ഭാവിയിൽ നടന്ന സംഭവങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുൻപേ സിനിമയിലൂടെ പറഞ്ഞതിനെക്കുറിച്ച് 2 വീഡിയോ മുൻപ് ചെയ്തിരുന്നു. രജനീഗന്ധിയിലെ വീഡിയോ കോളും ലങ്കാദഹനത്തിലെ സ്മാർട്ട് വാച്ചും 2018-ലെ ടൊബിനോയെ പോലെ പ്രളയത്തിൽ മരണപ്പെട്ട വ്യക്തിയും ലിങ്കയിൽ കാണിക്കുന്ന ജുവലറി മോഷണവുമെല്ലാം ഭാവിയിൽ നടന്ന സംഭവങ്ങളാണ്. അത്തരത്തിൽ ഭാവി പ്രവചിച്ച സിനിമകളുടെ 3ാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. വീഡിയോയിൽ 100% ഭാവി പ്രവചനത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഭാവിയിൽ നടന്ന സംഭവങ്ങൾ നേരിട്ടോ അല്ലാതെയോ വളരെ വർഷങ്ങൾക്ക് മുൻപേ രസകരമായ രീതിയിൽ സിനിമയിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു തമാശയായി മാത്രം കണ്ടിരുന്നാൽ മതി. അതിശയൻ. 2007-ലെ വിനയൻ സിനിമയാണ് അതിശയൻ. സിനിമയിലെ മുകേഷിന്റെ കഥാപാത്രം ന്യൂസ് ചാനലിന്റെ MD ആണ്. അദ്ദേഹം തന്റെ ചാനലിലെ റിപ്പോർട്ടർമാരോട് പറയുന്നുണ്ട്, കോഴിക്കോടുള്ള സജിനയുടെ പിറകെ ക്യാമറയും കൊണ്ട് ഞങ്ങൾ പോയെന്നും അവർ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഓടി നടന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന്. പണ്ട് കോഴിക്കോട് സജീനയുടെ പുറകെ നമ്മൾ ക്യാമറയും കൊണ്ടുപോയതുപോലെ പോണം. ഈ സിനിമ ഇറങ്ങി കൃത്യം 13 വർഷങ്ങൾക്ക് ശേഷം 2020-ൽ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ED സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരോട് ഇവിടുത്തെ മാധ്യമ റിപ്പോർട്ടർമാർ കാണിച്ചതും ചെയ്തു കൂട്ടിയതുമെല്ലാം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുകേഷ് അതിശയനിലൂടെ പറഞ്ഞിരുന്ന ഈ ഒരു കാര്യങ്ങളാണ്. ഞെട്ടിക്കുന്ന വാർത്തകളുടെ ചാകര. സജീന ഓട്ടോയിലോട്ട് കയറുന്നു, നമ്മളും കൂടെ കയറുന്നു. സജീന ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മളും കൂടെ ഇറങ്ങുന്നു. മൂത്രപ്പര ഒഴിച്ച് സകലെടുത്തും സജീനയെ നമ്മുടെ ക്യാമറ ഒപ്പിയെടുത്തു. എന്താലേ. സന്ദേശം. 1991-ലെ സത്യൻ അന്തിക്കാട് സിനിമയാണ് സന്ദേശം. സിനിമയിലെ ജയറാമിന്റെ INSP എന്ന വെള്ളയും ഇട്ട രാഷ്ട്രീയ പാർട്ടി ദേശീയ കോൺഗ്രസ് പാർട്ടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിനിമയിലെ ഒരു ഭാഗത്തായി ജയറാമും മാമൂക്കോയും സിദ്ദിഖിനെ ഭീഷണിപ്പെടുത്തി പിരിവ് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ആശയമാണ് INSPയുടെ അഖിലേന്ത്യാ നേതാവായ യശ്വന്ത് സഹായിയുടെ ഭാരതയാത്രയെക്കുറിച്ച്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു യാത്രയെന്ന് സിദ്ദിഖ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരമാണ് വിഘടിച്ചു കിടക്കുന്ന ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണെന്ന്. ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. എന്നാൽ ഈ സിനിമ ഇറങ്ങി 30 വർഷങ്ങൾക്ക് ശേഷമാണ് ദേശീയ കോൺഗ്രസ് പാർട്ടി നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ദേശം സന്ദേശത്തിൽ പറയുന്നത് പോലെ തന്നെ വിഘടിച്ചു കിടക്കുന്ന ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല സിനിമയിൽ മാമൂക്കോയെ പറയുന്നുണ്ട് ഈ ഒരു യാത്ര ബോംബെയിൽ എത്തിക്കഴിഞ്ഞുവെന്ന്. യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ. എന്നാൽ ഭാരത് ജോഡോ യാത്രയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു മുംബൈ. എന്നാലും ഈ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് ശ്രീനിവാസൻ പ്രവചിച്ചത് എങ്ങനെയാണെന്നാണ് എന്റെ ഒരു സംശയം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. 2002-ൽ പുറത്തിറങ്ങിയ സത്യൻ അന്തിക്കാട് ജയറാം സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സിനിമയിലെ ഒരു ഭാഗത്തായി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജയറാമിനോട് വളരെ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യുന്ന മട്ടില്ലേ? വർക്ക് ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുടിയുമ്പോ വർക്ക് ചെയ്യും. ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തീരുമ്പോൾ ലിഫ്റ്റ് നന്നാക്കാമെന്ന് പറയുമ്പോൾ അതൊരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം സിനിമ ഇറങ്ങി 22 വർഷങ്ങൾക്ക് ശേഷം ഇന്നും തുടരുകയാണ്. അതിന് അന്ത്യമില്ല എന്ന് വളരെ ബ്രില്യന്റായി സിനിമയിലൂടെ പ്രവചിച്ചത് ഗംഭീരമായിരുന്നു. ഗജനി. 2005-ലെ AR മുരുകദാസ് സിനിമയാണ് ഗജനി. സിനിമയിലെ നായികയായ അസിന്റെ കഥാപാത്രം സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് സൂര്യയുടെ കഥാപാത്രമായ സഞ്ജയ് രാമസ്വാമിയാണ്. സിനിമയിൽ സഞ്ജയ് രാമസ്വാമി എയർ വോയിസ് എന്ന മൊബൈൽ ടെലികോം കമ്പനിയുടെ ഉടമസ്ഥനാണ്. എന്നാൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഗജനി സിനിമയിലെ അതേ സംഭവങ്ങൾ തന്നെയാണ് അസിന്റെ ഭാവി ജീവിതത്തിലും സംഭവിച്ചത്. 2016-ൽ അസിൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് മൈക്രോമാക്സ് എന്ന മൊബൈൽ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളായ രാഹുൽ ശർമ്മയാണ്. ഈ 2 സംഭവങ്ങളും തമ്മിൽ രസകരമായ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. മക്കൾ മാഹാത്മ്യം. 1992-ലെ പോൾസൺ സംവിധാനം ചെയ്ത സിനിമയാണ് മക്കൾ മാഹാത്മ്യം. സിനിമയിലെ ജഗദീഷിന്റെ കഥാപാത്രം ഒരു ഓട്ടോ ഡ്രൈവറാണ്. സിനിമയിലെ ഒരു ഭാഗത്തായി ജഗദീഷ് മറ്റു ഓട്ടോ ഡ്രൈവർമാരോട് പറയുന്നുണ്ട് ഭാവിയിൽ ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോ വരുമെന്ന്. ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. അപ്പൊ നമ്മളും പണക്കാരാവും. ഈ സിനിമ പുറത്തിറങ്ങിയ വർഷം 1992-ലാണ്. ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ബജാജിന്റെ 3 വീലർ ഡീസൽ ഓട്ടോറിക്ഷകൾ കേരളത്തിൽ വളരെ സജീവമായി ഓടിത്തുടങ്ങിയത്. അങ്ങനെ നോക്കിയാൽ ജഗദീഷ് ഈ ഒരു സിനിമയിൽ പറഞ്ഞത് ചെറിയൊരു ഭാവി പ്രവചനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ജഗദീഷ് ഒരു ഇല്ലൂമിനാറ്റി തന്നെ. ആട് 2. 2017-ലെ മിഥുൻ മാനുവൽ തോമസ് സിനിമയാണ് ആട് 2. സിനിമയിലെ ബൈജുവിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രം മദ്യപിച്ച് തന്റെ വാഹനം ഓടിച്ച് ആളുകളെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും ശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങി കൃത്യം 7 വർഷങ്ങൾക്ക് ശേഷം 2024-ൽ ഇതേ സംഭവം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു. 2024-ൽ നടനായ ബൈജു മദ്യപിച്ച് വാഹനം ഓടിച്ച് യാത്രക്കാരനെ ഇടിച്ചിട്ടതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെല്ലാം അന്ന് വാർത്തയായിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു ഭാവി പ്രവചനമായിപ്പോയി. CID ഉണ്ണികൃഷ്ണൻ BA B.Ed. 1994-ലെ രാജസേനൻ ജയറാം സിനിമയാണ് CID ഉണ്ണികൃഷ്ണൻ BA B.Ed. തന്റെ മകന് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഏത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല, KSRTCയിൽ മാത്രം ജോലി കിട്ടരുത് എന്ന്. KSRTCയിൽ ആവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ.
ആ പറഞ്ഞതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന KSRTCയിലെ പ്രശ്നങ്ങൾ. ശമ്പളമില്ലായ്മ, ഓവർ ടൈം ഡ്യൂട്ടി, രാഷ്ട്രീയം, സ്ഥലം മാറ്റം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം പല ആളുകളും KSRTCക്കെതിരെ സമരം ചെയ്തിരുന്നു. സംഭവം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രശ്നം വളരെ വർഷങ്ങൾക്ക് മുൻപ് രസകരമായ രീതിയിൽ സിനിമയിലൂടെ പറഞ്ഞ എഴുത്തുകാരനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ലിംഗ 2014 രജനീകാന്ത് സിനിമയായിരുന്നു ലിംഗ. സിനിമയുടെ പരാജയത്തെ തുടർന്ന് രജനീകാന്ത് സ്ഥലം വിറ്റ് നഷ്ടം നികത്തിയ സിനിമ എന്ന പ്രത്യേകതയും ലിംഗയ്ക്കുണ്ടായിരുന്നു. സിനിമയിലെ ഒരു ഭാഗത്തായി രജനീകാന്ത് വലിയ ആഡംബര ജ്വല്ലറിയായ ലളിത ജ്വല്ലറിയിൽ നിന്നും 3 കോടിയോളം വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തന്ത്രപരമായി മോഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ വളരെ ആഡംബര ജ്വല്ലറിയായ ലളിത ജ്വല്ലറിയിൽ നിന്നും 13 കോടിയോളം വില വരുന്ന 28 കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ലിംഗ സിനിമയിൽ ലളിത ജ്വല്ലറിക്ക് തിരുച്ചിറപ്പള്ളിയിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ 2019 തിരുച്ചിറപ്പള്ളിയിലെ ലളിത ജ്വല്ലറിയിൽ നിന്നുമാണ് ഈ വലിയ മോഷണം സംഭവിച്ചത്. വളരെ തന്ത്രപരമായ ഈ വലിയ മോഷണം നടത്തിയ വ്യക്തിയാണ് പ്രശസ്ത മോഷ്ടാവായ N. മുരുകൻ. അതുമാത്രമല്ല, ഈ ലളിത ജ്വല്ലറിയിലെ വലിയ മോഷണം നടത്തിയ മുരുകന്റെ ജീവിതമാണ് കാർത്തിയുടെ ജപ്പാൻ എന്ന സിനിമയിൽ കാണിക്കുന്നത്. എന്നാലും ഇത് വല്ലാത്തൊരു പ്രവചനമായി പോയി. 2018 എവരിവൺ ഈസ് എ ഹീറോ. 2023 പുറത്തിറങ്ങിയ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയിൽ ടൊവിനോ തോമസിന്റെ അനൂപ് എന്ന കഥാപാത്രം പ്രളയ സമയത്ത് ഒരുപാട് ആളുകളെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ പല ആളുകളെ രക്ഷിക്കുന്നതിനിടയിൽ തന്റെ കാല് കല്ലുകൾക്കിടയിൽ സ്റ്റക്കായി പോയി അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2024 ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒരു വലിയ പ്രളയമുണ്ടായപ്പോൾ ഡയറി ഫാമിൽ ജോലി ചെയ്തിരുന്ന 35 വയസ്സുള്ള ചന്ദ്രശേഖർ എന്ന ചന്തു സിനിമയിൽ ടൊവിനോ ചെയ്തതുപോലെ തന്നെ തന്റെ സമീപത്തുള്ള ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി. അതുമാത്രമല്ല, സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു വീടിന്റെ റൂഫിന്റെ മുകളിൽ കയറി വരെ അദ്ദേഹം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഫാമിലെ പശുക്കളുടെ കെട്ടഴിച്ചു വിടാൻ വേണ്ടി അദ്ദേഹം തിരികെ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. പ്രളയ സമയത്ത് സ്വന്തം ജീവൻ കൊടുത്തും ആളുകളെ രക്ഷിച്ച ചന്ദ്രശേഖറിന്റെ ഓർമ്മയ്ക്കായി അവിടെ സ്മാരകം വരെ ഉയർന്നു. ആ സമയത്ത് പത്രമാധ്യമങ്ങളെല്ലാം 2018 ടൊവിനോയുടെ കഥാപാത്രത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ചന്ദ്രശേഖറിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മീശമാധവൻ 2002 പുറത്തിറങ്ങിയ ദിലീപ് സിനിമയാണ് മീശമാധവൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ബുഷിന്റെയും ഒസാമ ബിൻ ലാദന്റെയും റെഫറൻസ് കാണിക്കുന്നുണ്ട്. 2001 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം മുതൽ ബിൻ ലാദനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ശത്രുതയാണ്. എന്നാൽ സിനിമയിൽ ബിൻ ലാദനെ അമേരിക്കൻ ആർമി വെടിവെച്ച് കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമ ഇറങ്ങി 9 വർഷങ്ങൾക്ക് ശേഷം 2011 ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ബിൻ ലാദനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ആർമി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ജൂനിയർ മാൻഡ്രേക്കിന്റെ സെക്കൻഡ് പാർട്ടായി 2010 അലി അക്ബർ സംവിധാനം ചെയ്ത സിനിമയാണ് സീനിയർ മാൻഡ്രേക്ക്. തമാശയായിട്ടാണെങ്കിലും സിനിമയുടെ അവസാന ഭാഗത്തായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒസാമ ബിൻ ലാദൻ മരണപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 1 വർഷത്തിന് ശേഷം 2011 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒസാമ ബിൻ ലാദന്റെ മരണവാർത്ത പുറത്തു വരുന്നത്. സിനിമയിൽ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഇത് ഭയങ്കര രസകരമായ ഒരു പ്രവചനമായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം 1998 രാജസേനൻ സിനിമയാണ് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. യമുന റാണിയുടെ വീട്ടിലേക്ക് പോകുന്ന 3 ഭാര്യമാരിൽ ഒരാളായ ബിന്ദു പണിക്കർ യമുന റാണിയുടെ TV 29 ഇഞ്ചാണെന്ന് അറിയുമ്പോൾ എന്റെ TV 51 ഇഞ്ചാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ TV 50 ഇഞ്ചാ. മൈ ഗോഡ്. വളരെ തമാശ രൂപേണയാണ് ബിന്ദു പണിക്കർ അവിടെ പറയുന്നെങ്കിൽ പോലും അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ മുന്നോടിയായിരുന്നു. കാരണം ഈ സിനിമ ഇറങ്ങിയ വർഷം 1998 ആണ്. 50 ഇഞ്ചിന് മുകളിലേക്കുള്ള ടിവികൾ മാർക്കറ്റിൽ സുലഭമായി വരാൻ തുടങ്ങിയത് 2000 തുടക്കത്തിലാണ്. കാര്യം ആ ഒരു സീനിൽ ബിന്ദു പണിക്കർ തമാശയാണ് പറഞ്ഞതെങ്കിൽ പോലും വേണമെങ്കിൽ നമുക്കതിനെ ഒരു ഭാവി പ്രവചനമായി കണക്കാക്കാം. കോ 2 2016 തമിഴ് സിനിമയാണ് കോ 2. കോ എന്ന തമിഴ് സിനിമയുടെ സീക്വൽ ആണെങ്കിലും 2014 പ്രതിനിധി എന്ന തെലുങ്കു സിനിമയുടെ റീമേക്ക് ആയിരുന്നു കോ 2. എന്നാൽ സിനിമയിലെ ഒരു ഭാഗത്തായി ഇന്ത്യയിലെ കറൻസി നോട്ടിൽ നിന്നും ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. அதனால நீங்க எனக்கு கொடுக்க வேண்டிய நோட்ல காந்தி படம் எடுத்துட்டு எங்க கொடுத்தாலும் அந்த நோட்டு செல்ற மாதிரி ஒரு நோட்டை கொடுங்க. സിനിമയിൽ ഇതൊരു സർക്കാസമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും തൊട്ടടുത്ത വർഷമായ 2017 പൃഥ്വിഷ് ദാസ് ഗുപ്ത എന്ന വ്യക്തി ഒരു പൊതു താൽപര്യ ഹർജി ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം നോട്ടിൽ നിന്നും ഗാന്ധിജിയുടെ പടം മാറ്റുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല 2021 94 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായ ഹേരൻ ബാഗ്ചി എന്ന വ്യക്തി കൽക്കട്ട കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ഹർജി കൊടുത്തിരുന്നു. ഗാന്ധിക്ക് പകരം സുഭാഷ് ചന്ദ്രബോസിന്റെ പടം വെക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതേ വർഷമായ 2021 ഓഗസ്റ്റ് 8 തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതിയിൽ കുറച്ച് ആളുകൾ ചേർന്ന് ഗാന്ധിയുടെ ഫോട്ടോ മാറ്റി സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ വെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി ആ ഹർജികൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. 1000 ரூபாய் நோட்ல இருந்து காந்தி படத்தை எடுத்துட்டா காந்தி படம் போட்ட பணம் எல்லாம் வெறும் குப்பையா செல்லா காசாயிடும்.
സംഭവം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് 1 വർഷം മുൻപ് തന്നെ സിനിമയിലൂടെ ഈ ഒരു ആശയം പറഞ്ഞത് വല്ലാത്തൊരു പ്രവചനമായിരുന്നു. പിന്നെയും 2016 പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാണ് പിന്നെയും. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയും കൂടിയാണ് പിന്നെയും. സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന പുരുഷോത്തമൻ എന്ന കഥാപാത്രം ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖച്ഛായ പൂർണ്ണമായി മാറ്റുന്നുണ്ട്. നിങ്ങൾ പുരുഷൻ ചേട്ടനല്ല. എന്നെ കണ്ടാ തിരിച്ചറിയത്തില്ല. എന്റെ രൂപം ഞാൻ മാറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്ത്. വാസ്തവത്തിൽ സുകുമാരക്കുറുപ്പിന്റെ കഥയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ എടുത്തതെങ്കിലും പിന്നെയും എന്ന സിനിമയിൽ പറയുന്ന ഈ ഒരു വെറൈറ്റി സംഭവം ഭാവിയിൽ നടന്നിട്ടുണ്ട്. 2017 ഐക്യനാടുകളിലെ നട്ടാലി വെസ്റ്റ് എന്ന യുവതി ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് വലിയ ഇൻഷുറൻസ് തുക നേടുന്നതിന് വേണ്ടി ഡോക്ടറായ ജയ് കാൽവേർട്ടിന്റെ സഹായത്തോടെ തന്റെ മുഖത്ത് 12ഓളം സർജറികൾ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്തത് മൂലം യഥാർത്ഥ വ്യക്തി മരണപ്പെട്ടുപോയെന്ന ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി 3 കോടിയോളം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അവർ തട്ടിച്ചു വാങ്ങി. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി അവർക്ക് ചെലവായത് 13 ലക്ഷത്തോളം വരുന്ന തുകയാണ്. പിന്നെയും എന്ന സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രത്തിന് സംഭവിച്ചതുപോലെ തന്നെ അവസാനം പ്ലാസ്റ്റിക് സർജറി ചെയ്ത യുവതിക്ക് ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണെങ്കിലും അധികമാരും ചെയ്യാത്ത പിന്നെയും എന്ന സിനിമയിലെ ഈ ഒരു ആശയം തൊട്ടടുത്ത വർഷം തന്നെ സംഭവിച്ചത് ഞെട്ടിപ്പിച്ചൊരു അനുഭവമായിരുന്നു. തേവർ മകൻ 1992 കമൽഹാസന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് തേവർ മകൻ. സിനിമയിലെ നായകനായ കമൽഹാസൻ ലണ്ടനിൽ നിന്നും നാട്ടിലേക്ക് വന്ന് തമിഴ്നാട്ടിൽ ഒരു വലിയ റെസ്റ്റോറന്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട്. എന്നാൽ സിനിമയിലെ ഒരു ഭാഗത്തായി 1965 സ്ഥാപിതമായ അമേരിക്കൻ മൾട്ടിനാഷണൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റായ സബ്വേ ഇന്ത്യയിൽ വരുന്നതിനെ കുറിച്ച് കമൽഹാസൻ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് സബ്വേ റെസ്റ്റോറന്റ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2001 ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സബ്വേയുടെ റെസ്റ്റോറന്റ് ആരംഭിക്കുന്നത്. എന്നാൽ 9 വർഷങ്ങൾക്ക് മുൻപേ സബ്വേ ഇന്ത്യയിൽ വരുമെന്ന് കമൽഹാസൻ തേവർ മകനിലൂടെ പ്രവചിച്ചത് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയൺ 2009 KV ആനന്ദ് സൂര്യ സിനിമയാണ് അയൺ. കേരളത്തിൽ 100 ദിവസം ഓടി ട്രെൻഡായി നിന്ന ഒരു സിനിമയും കൂടിയായിരുന്നു അയൺ. സിനിമയിൽ സ്മഗ്ലിംഗിന്റെ പലതരം മെത്തേഡുകൾ വളരെ ബ്രില്യന്റ് ആയി കാണിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു കസ്റ്റംസിനെ വെട്ടിച്ച് സൂര്യ തലയിൽ ഡയമണ്ട് ഒളിപ്പിച്ച് കടത്തുന്ന രംഗം. ഈ ഒരു മെത്തേഡ് വളരെ വെറൈറ്റി ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ തലയിൽ സ്വർണവും ഡയമണ്ടും ഇത്തരം രീതിയിലൂടെ കടത്താൻ തുടങ്ങി. ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇന്ത്യക്ക് ഉള്ളിലുള്ളവരും, എന്തിന് മലയാളിയായ ഒരു യുവാവ് വരെ തലയിൽ സ്വർണവും ഡയമണ്ടും തുടങ്ങിയവ കടത്തി കസ്റ്റംസിന്റെ കണിയിൽപ്പെട്ടിട്ടുണ്ട്. സംഭവം എന്തൊക്കെയാണെങ്കിലും KV ആനന്ദ് വളരെ ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയായിരുന്നു. ശിവാജി 2007 ശങ്കർ രജനീകാന്ത് സിനിമയായിരുന്നു ശിവാജി. ഇന്ത്യയിൽ നിലവിലുള്ള ഹവാല ഇടപാടുകളും കള്ളപ്പണത്തിന്റെ ഒഴുക്കിനെ കുറിച്ചുമാണ് സിനിമ പറയുന്നത്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്തായി ഭാവിയിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് ശങ്കർ കാണിക്കുന്നുണ്ട്. അതിൽ ശങ്കർ കാണിക്കുന്ന ഒരു ആശയമാണ് കള്ളപ്പണം തടയുന്നതിന് വേണ്ടി വലിയ നോട്ടുകളായ 500 1000 നിരോധിച്ച് പകരം ചെറിയ ഡിനോമിനേഷൻ ആക്കുമെന്ന്. എന്നാൽ സിനിമ ഇറങ്ങി 9 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2016 നവംബർ 8 ഇന്ത്യൻ പ്രധാനമന്ത്രി 500ന്റെയും 1000ന്റെ നോട്ട് നിരോധിച്ചു എന്ന വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അതുമാത്രമല്ല, ശിവാജി എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്ന മറ്റൊരു ആശയമാണ് 2015 ആകുമ്പോഴേക്കും ഇന്ത്യ സൂപ്പർ പവറായി G10 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വരുമെന്ന്. ഇതിൽ G10ലേക്ക് ഇന്ത്യക്ക് ഇതുവരെ വരാൻ സാധിച്ചില്ലെങ്കിലും ശിവാജിയിൽ പറയുന്ന 2015 എന്ന വർഷത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ സൂപ്പർ പവറായി മാറി. കൃത്യമായി പറഞ്ഞാൽ 2015 ലോകശക്തിയായ ചൈനയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇക്കോണമി എന്ന നേട്ടം കൈവരിച്ചത്. അതുമാത്രമല്ല, 2015 ഇന്ത്യയുടെ GDP, GNI, പെർ ക്യാപിറ്റ ഇൻകം എന്നതിൽ 7.9% എന്ന ഇതുവരെ കാണാത്ത വലിയ വളർച്ചയുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ശിവാജി എന്ന സിനിമ വല്ലാത്തൊരു പ്രവചനമാണ് നടത്തിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.